ഡേ, അവരുടെ മുന്നിൽ വെച്ച് നിന്നെ പൊളിച്ചെടുക്കണ്ടെന്ന് വിചാരിച്ചാ ഞാൻ മിണ്ടാതിരുന്നേ. നീ എന്തിനാടേ പന്തിയിൽ പക്ഷാഭേദം കാണിച്ചേ? ഞാൻ എന്ത് കാണിച്ചു? നീ ഒന്നും കാണിച്ചില്ലേ? നീ എന്തിനാടേ പഴകിയ പാല് പൂജമോക്ക് എടുത്തു കൊടുത്തേ? അയ്യോ അമ്മേ, ഞാനത് മനഃപൂർവ്വം ചെയ്തല്ല. ഈ രണ്ട് പാലും കൂടെ മിക്സ് ചെയ്തപ്പോ. നീ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ബുദ്ധിമുട്ടണ്ട. ഇനി നീ ഇങ്ങനെ എന്തെങ്കിലും വേറുകൃത്യം കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞ, ഞാൻ ഭജന ഇരിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ ഈ വീട്ടിൽ ആർക്കെങ്കിലും നിന്നെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞ, ഗോമതി, ഇതെല്ലാ തവണയും പറയുന്ന പോലെയല്ല, സത്യമായിട്ടും നിന്നെ വെളിച്ചെണ്ണ ഞാൻ പൊരിച്ചെടുക്കും. അയ്യോ അമ്മേ, ഞാൻ മാനം മര്യാദയ്ക്ക് ഏഷണിയും പാരവെപ്പും ഒന്നും ഇല്ലാതെ, ആമയും പൂജ എന്ന വ്യത്യാസമില്ലാതെ എന്റെ പിള്ളേരെ നീ സംരക്ഷിച്ചോണം. അല്ലാതെ ഈ അടുക്കളയുടെ ഇട്ടാവട്ടത്തിൽ കിടന്ന് നീ നാറിയ രാഷ്ട്രീയം കളിച്ചെന്ന് ഞാൻ അറിഞ്ഞ, ഗോമതി, ഇത് ഞാൻ നിനക്ക് തരുന്ന അവസാന മുന്നറിയിപ്പ്. നോക്കിയും കണ്ടു നിന്ന നിനക്കും കൊള്ളാം. എനിക്കിത് തന്നെ കിട്ടണം. കണ്ണാടി നോക്കി ഞാൻ എന്നെ വിളിക്കുന്നത് ചെമ്പകശ്ശേരി ഗോമതി എന്ന. ജയശങ്കനിയമ്മയല്ല, ഇനി സാക്ഷാൽ തലേക്കാവിലമ്മ നേരിട്ട് വന്ന് പറഞ്ഞാലും ഈ കുടുംബം തകർക്കാൻ അവതരിച്ച പൂജയെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അമ്മ ചിലപ്പോ വരുമായിരിക്കുമല്ലേ? ഇതൊക്കെ അറിഞ്ഞപ്പോ അമ്മയൊക്കെ പേടിച്ചിട്ടുണ്ടാവും. അമ്മ ഒന്ന് വിളിച്ചാല് താൻ പോവോ? പോണോ? പോകുന്നില്ല. എങ്ങോട്ടും ഞാൻ പോകുന്നില്ല. ഞാനെന്തിനു പോണം? എവിടത്തെക്കാളും സുരക്ഷിതത്വം വേറെ എവിടെ കിട്ടാനാ? ഇവിടെ ഇപ്പൊ ആദിയില്ലേ? സ്നേഹം കൊണ്ടെന്നെ വീർപ്പ് മുട്ടിക്കാൻ മുത്തശ്ശിയില്ലേ? സത്യത്തില് എനിക്കിവിടെ എന്താ ഇല്ലാത്തത്? ഗർഭിണിയായ ഏതൊരു പെണ്ണും കൊതിക്കുന്നതിനപ്പുറം എല്ലാ സൗഭാഗ്യങ്ങളും ഈ ചെമ്പകശ്ശേരി വീട് എനിക്ക് തന്നില്ലേ? ഇതിനൊക്കെയുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് മാത്രം ഇപ്പൊ എന്റെ കോംപ്ലക്സ്. തന്റെ യോഗ്യതയ്ക്ക് എന്താ ഒരു കുറവ്? എന്താ ഒരു കൂടുതല്? എന്നോടുള്ള സഹതാപം കൊണ്ട് ആദ്യം എങ്ങനെയൊക്കെ മറച്ചു വെച്ചാലും എനിക്ക് എന്നെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ഇവിടെ നിങ്ങളുടെയൊക്കെ കാരുണ്യത്തിന്റെ നടുവിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും ഞാൻ എത്രമാത്രം ദൈവത്തിന് നന്ദി പറയാറുണ്ടെന്നോ? പൂജ, ഒരുപക്ഷെ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാവും ഇങ്ങനൊരു രക്ഷാമാർഗം ദൈവം എനിക്ക് തുറന്നിട്ടത്. ഒരൗദാര്യവും ഒരുപാട് പിടിച്ചു പറിക്കാൻ പാടില്ലല്ലോ. ഞാൻ പറയുമ്പോ ആദ്യം എന്നോട് പിണങ്ങരുത്. ആവേശങ്ങൾക്കപ്പുറം ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടതാണ് ജീവിതം. നമുക്കൊന്നിച്ച് ഒരു നല്ല ജീവിതം ഒരിക്കലും ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇനി നമ്മളത് ആഗ്രഹിച്ചാൽ തന്നെ അത് നമുക്ക് ചുറ്റുള്ളവര് അനുവദിച്ചു തരില്ല.